എൻ്റെ പേര് ലിൻഡ. എൻ്റെ അച്ഛനാണ് മുതലപ്പുഴയിൽ മരണപ്പെട്ടത്. 5 വർഷമായി അച്ഛൻ മരണപ്പെട്ടിട്ട്. ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളെ വന്ന് അന്വേഷിക്കുകയോ നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത്, മുന്നോട്ട് എങ്ങനെയാണ് ജീവിക്കുന്നത് പോലും അവരാരും വന്ന് അന്വേഷിക്കാറില്ല. 5 വർഷം കൊണ്ട് എൻ്റെ അമ്മ ഇപ്പോഴും കച്ചവടത്തിന് പോയി, മീൻ കച്ചവടത്തിന് പോയിട്ടാണ് നമ്മളെ ഇന്നും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ മരിക്കുമ്പോൾ തന്നെ ഒരുപാട് ബാങ്ക് ലോൺ, എൻ്റെ സഹോദരിയെ നഴ്സിംഗ് പഠിപ്പിച്ചിട്ട് ബാങ്ക് ലോണൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടച്ചു തീർത്തത് എൻ്റെ അമ്മ മത്സ്യ കച്ചവടം ചെയ്തിട്ട് തന്നെയാണ്. ആ ഒരു കടങ്ങൾ എഴുതി തള്ളുകയോ അങ്ങനെ ഒരു ഇൻഷുറൻസ് നമുക്ക് കിട്ടുകയോ അങ്ങനെ ഒന്നും നമുക്ക് തന്നിട്ടില്ല. എൻ്റെ ചുറ്റിലുമുള്ള 78 മരണങ്ങൾ ഇപ്പോൾ ഉണ്ടായി. 5 വർഷമായി എൻ്റെ അച്ഛൻ മരിച്ചിട്ട്. ഈ 5 വർഷം കൊണ്ട് ഈ മുതലപ്പൊഴി ഇന്നും അതേ ഇതിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിലൊരു മാറ്റമോ ഇതോ ഒന്നും വന്നിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മുതലപ്പൊഴി അതിൽ പുനർനിർമ്മാണം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇന്നും അതിൽ ഒരു ഇതും വന്നിട്ടില്ല. എൻ്റെ ഭർത്താവ് ഇന്നും ആ മുതലപ്പൊഴി തന്നെയാണ് ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മരിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ട് തന്നെയാണ് അവരൊക്കെ ആ കടലിൽ പോയി ഉപജീവനം നടക്കുക. കാര്യം അതാണ് ഞങ്ങളുടെ ഉപജീവന മാർഗം. അതൊന്ന് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാർക്കായിരുന്നാലും കുട്ടികൾക്കായിരുന്നാലും അവരുടെ ഭക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനൊക്കെ അതുകൊണ്ട് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. നമ്മുടെ ചുറ്റിനുമുള്ള ആൾക്കാർ 18 വയസ്സിൽ താഴോട്ടുള്ള പയ്യന്മാരാണ് കടലിൽ പോയി മരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഫിഷറീസിൽ അംഗത്വമില്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് ഇൻഷുറൻസ് ലഭിക്കുന്നില്ല. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അവരായിട്ട് കൂടെ ഉണ്ടാക്കിയ ഈ ദുരന്തം അത് അവർ തന്നെയാണ് പരിഹാരം കാണേണ്ടതും. ഈ 78 പേര് ഇപ്പോൾ മരണമടഞ്ഞ 78 പേർക്കുമുള്ള ആ ഒരു സാമ്പത്തിക സ്ഥിതി, അവരുടെ വീട്ടിലുള്ള ആ ഒരു ഇതൊക്കെ ഇതാക്കി കൊടുക്കേണ്ടതൊക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെയാണ്. അവരുടെ കടങ്ങൾ എഴുതി തള്ളുക, അവരുടെ വീട്ടിലുള്ള വിദ്യാഭ്യാസമുള്ള മക്കൾക്ക് ഒരു ജോലി നൽകുക, ഇതൊക്കെ ഞങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ നേടിയെടുക്കേണ്ട അവകാശങ്ങളാണ്.